ഒരു മെഡിക്കൽ എമർജൻസിയിലെ ഒരു സിംഗിൾ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് ബേസിക് ലൈഫ് സപ്പോർട്ട് ഉള്ളത്. എല്ലാ എമർജൻസി സിറ്റുവേഷനിലും ഈ ബേസിക് ലൈഫ് സപ്പോർട്ടും ഉണ്ടാകും. ഓക്കെ, ബേസിക് ഇൻ ഓൾ എമർജൻസി സിറ്റുവേഷൻ ഇനിഷ്യൽ മാനേജ്മെന്റ് വിൽ ബി ഓൾവേസ് എൻറ്റൽ ദ ആപ്ലിക്കേഷൻ ഓഫ് നീഡ് സ്റ്റെപ്പ് ഓഫ് ദ ബേസിക് ലൈഫ് സപ്പോർട്ട്. ഇനിഷ്യൽ മാനേജ്മെന്റ് ഓൾവേസ് ബേസിക് സപ്പോർട്ട് ആയിരിക്കും. ഈ ഡ്രഗ് തെറാപ്പി ഒക്കെ സെക്കൻഡറി റോളാണ് ഉണ്ടാകുന്നത്. ഓക്കെ, ഈ ABC കാർഡിയോ പൾമണറി റെസിസിറ്റേഷൻ ആറ് എന്തൊക്കെയാണ്? ഒന്ന് എയർവേയിൽ എന്താ പാറ്റൻസി മെയിൻറ്റെയിൻ ദ പാറ്റൻസി. ബ്രീത്തിങ് എന്ന് പറഞ്ഞാൽ റെസ്പിറേറ്ററി മൂവ്മെൻറ്റ് നോക്കുക. സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഹാർട്ട് ബീറ്റും ബ്ലഡ് പ്രഷറൊക്കെ, ഹാർട്ട് ബീറ്റ് ആൻഡ് ബ്ലഡ് പ്രഷറൊക്കെ നോക്കുക. എയർവേൽ മെയിൻറ്റെയിൻസ് പാറ്റൻസി. ബ്രീത്തിങ് എന്നത് റെസ്പിറേറ്ററി മൂവ്മെൻറ്റ് ആൻഡ് ദ സർക്കുലർ ഹാർട്ട് ബീറ്റ് ആൻഡ് ബ്ലഡ് പ്രഷർ. എൻ്റെത് മെഡിക്കൽ ഇത് ABC കഴിഞ്ഞ ശേഷം മാത്രമേ നമ്മൾ എമർജൻസി ഡ്രഗ് ഒക്കെ കൊടുക്കൂ. എയർവേന്റാണ് മെയിൻറ്റെയിൻസ് പാറ്റൻസി. ബ്രീത്തിങ് റെസ്പിറേറ്ററി മൂവ്മെൻറ്റ് ആൻഡ് സർക്കുലേഷൻ ആയിരിക്കും. സർക്കുലേഷൻ ഹാർട്ട് ബീറ്റ് ആൻഡ് ബ്ലഡ് പ്രഷർ. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ ബേസിക്കലി ABC ഉണ്ടാവുക. ഈ കാർഡിയോ പൾമണറി റെസിസിറ്റേഷൻ്റെ സ്റ്റെപ്സ് പഠിക്കുക. പക്ഷേ പേഷ്യൻറ്റിനെ ലേ ചെയ്യുക എവിടെയാണ്? ഫ്ലാറ്റ് ആയിട്ട്, എന്തെങ്കിലും ചെയർ ഓൺ ദ ഫ്ലോർ. പിന്നെ എന്ത് ചെയ്യുന്നാൽ ഫുഡ് ആൻഡ് റൈസ് ചെയ്യുക. പിന്നെ ഫുഡ് ആൻഡ് റൈസ് ചെയ്തപ്പോൾ അത് എന്ത് ഫെസിലിറ്റി ചെയ്യുന്നു? വേനസ് റിട്ടേൺ, ഹെഡിലോട്ടുള്ള വേനസ് റിട്ടേൺ കൂടുന്നു. പിന്നെ ഹെഡ് ഒരു സൈഡിലോട്ട് ടേൺ ചെയ്യുക, ടേൺ ദ ഹെഡ് ടു വൺ സൈഡ്. പിന്നെ ചിന്നി ലിഫ്റ്റ് ചെയ്യുക. എന്തിനാണ്? ത്രോട്ടിലോട്ടുള്ള ടങ്ങിൻ്റെ ഫോൾ ബാക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. ഇനി എന്തെങ്കിലും സെക്രീഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിലും നമുക്കത് സക്ഷൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ പേഷ്യൻ്റ് ബ്രീത്ത് ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് ആർട്ടിഫിഷ്യൽ വെന്റിലേഷൻ വേണ്ടി വരും. പേഷ്യൻ്റ് ബ്രീത്ത് ചെയ്യുന്നില്ല എങ്കിൽ ആർട്ടിഫിഷ്യൽ വെന്റിലേഷൻ വേണ്ടി വരും. പിന്നെ ഒരു ടൈറ്റ് ആയിട്ടുള്ള ഫിറ്റിംഗ് ആയിട്ടുള്ള ഫേസ് മാസ്ക് യൂസ് ചെയ്ത് ടൈറ്റ് ആയിട്ടുള്ള ഫൈറ്റിംഗ് ഫേസ് മാസ്ക് യൂസ് ചെയ്യും. പേഷ്യൻ്റ് ബ്രീത്ത് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള വെന്റിലേഷൻ കൊടുക്കണം. ഓക്കെ, നമ്മൾ ഒരു ടൈറ്റ് ആയിട്ടുള്ള ഫിറ്റിംഗ് ഫേസ് മാസ്ക് ഉപയോഗിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നമുക്ക് ഇതിനായിട്ട് ഒരു ആംബു ബാഗ് കണക്ട് ചെയ്യാം. ഈ ആംബു ബാഗ് ഇതൊരു ആംബു ബാഗ്, ഫേസ് മാസ്ക്, പിന്നെ ആംബു ബാഗ്. ആ ആംബു ബാഗ് കണക്ട് ചെയ്യുന്ന ഓക്സിജൻ സിലിണ്ടർ വഴിയായിരിക്കും. ഈ പൾസ് ഫെൽറ്റ് ചെയ്തില്ല എന്ന് വിചാരിച്ചോ. അപ്പോൾ നമ്മൾ എക്സ്റ്റേണൽ കരോയിഡ് മസാജ് സ്റ്റാർട്ട് ചെയ്യുക. എങ്ങനെയാണ്? ഒരു ലോവർ സ്റ്റെർണത്തിൽ വെച്ചിട്ട് പ്രസ് ചെയ്യുക. ഇവിടെ അതിൻ്റെ വിത്ത് ഒരു പാമ്പിൻ്റെ മേലെ മറ്റൊരു പാമ്പ് വെച്ചിട്ട് 60-70 ഒരു മിനിറ്റിൽ 60-70 ടൈംസ്, ഒരു മിനിറ്റിൽ 60-70 ടൈം വരിക. ഇത് ഒരു നമുക്ക് ഹാർട്ട് ബ്രീതിങ് കിട്ടുന്നവരെ, ഷാർട്ട് ബ്രീതിങ് കിട്ടുന്നവരെ നമുക്കിത് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി നമ്മൾ someone call മെഡിക്കൽ ഹെൽപ്പിന് വേണ്ടി കോൾ ആൻഡ് the patient shifted to the hospital for the expert care. Medical help should be someone and the patient shifted to the hospital for the expert help. ഇനി ബേസിക് ലൈഫ് സപ്പോർട്ടിൻ്റെ സ്റ്റെപ്സ് കൂടി പഠിക്കാം. സ്റ്റെപ്പ് ആണ് അസസ്മെൻറ്റ് കോൺഷ്യസ്. പേഷ്യൻ്റ് കോൺഷ്യസ് ആണെന്നുള്ള അസസ്മെൻറ്റ്. ഇനി കോൺഷ്യസ് ആണെന്ന് നോക്കുക. പിന്നെ നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പാണ് കോൺഷ്യസ് ആണ് അല്ലെങ്കിൽ നമ്മൾ ഹെൽപ്പിന് കോൾ ഫോർ ഹെൽപ്പ്. പിന്നെ പേഷ്യൻ്റെ പൊസിഷൻ ചെയ്യുക. 3 അസസ്മെൻറ്റ് ദ കോൺഷ്യസ്നസ് ആൻഡ് കോൾ ഫോർ ദ ഹെൽപ്പ് ആൻഡ് പൊസിഷൻ ദ പേഷ്യൻസ്. ഈ 3 സ്റ്റെപ്പ് ഓഫ് ദ ബേസിക് ലൈഫ് സപ്പോർട്ട്. അസസ്മെൻറ്റ് ദ കോൺഷ്യസ്നസ്, കോൾ ഫോർ ഹെൽപ്പ് ആൻഡ് പൊസിഷൻ ദ പേഷ്യൻറ്റ്. ഇനി ഇത് റിക്കവറി പൊസിഷനാണ്. ചിന്ന വെള്ളപ്പ് ചെയ്യുക. പിന്നെ റെസ്പിറേറ്റ് ടു കീപ് ദ respiratory passage open. Mouth downward to enable the drainage. Mouth downward drainage enable ചെയ്യാൻ വേണ്ടി. Arms and legs are locked for the stability. Arms and legs locked for the stability. ഇനി അടുത്താണ് നമുക്ക് നാലാമത്തെ സ്റ്റെപ്പാണ് അസസ് ആൻഡ് ഓപ്പൺ എയർവേ. എയർവേനെ അസസ് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. ഒന്ന് ഹെഡ് ടിൽറ്റ്, ചിൻ ലിഫ്റ്റ് ആയിരിക്കും, ജോ ത്രസ്റ്റ് ആയിരിക്കും. ഹെഡ് ടിൽറ്റും ചിൻ, അസസ് ആൻഡ് ഓപ്പൺ ദ എയർവേ, ഹെഡ് ടിൽറ്റ് ആൻഡ് ചിൻ ലിഫ്റ്റ്, പിന്നെ ജോ ത്രസ്റ്റ്. അസസ് ആൻഡ് ഓപ്പൺ എയർവേയിൽ എന്തൊക്കെയാണ്? ഹെഡ് ടിൽറ്റ് ആൻഡ് ചിൻ ലിഫ്റ്റ് ആൻഡ് ജോ ത്രസ്റ്റ്. ഓക്കെ, പിന്നെ അസസ് ദ എയർവേ പാറ്റൻസി ആൻഡ് ബ്രീത്തിങ്. എയർവേ പാറ്റൻസിനും അതുപോലെ തന്നെ ബ്രീത്തിങ്ങിൻ്റെ അസസ് ചെയ്യുക. അസസ് ദ എയർവേ പാറ്റൻസി ആൻഡ് ബ്രീത്തിങ്. ഓക്കെ, 5ാമത്തെ അസസ് എയർവേ പാറ്റൻസി ആൻഡ് ബ്രീത്തിങ്. നമ്മൾ ആർട്ടിഫിഷ്യൽ വെന്റിലേഷൻ വേണമെങ്കിൽ ആർട്ടിഫിഷ്യൽ വെന്റിലേഷൻ കൊടുക്കുക. ഇപ്പോൾ 6 സ്റ്റെപ്പ് ഏതൊക്കെ നമ്മൾ പഠിക്കുന്നത്? ഫസ്റ്റത്തെ സ്റ്റെപ്പാണ് ഇനി നമുക്ക് അസസ് ദ കോൺഷ്യസ് അസസ് ചെയ്യണം. പിന്നെ എന്തെങ്കിലും കോൾ ഫോർ ഹെൽപ്പിനെ കോൾസിന് പേഷ്യൻ്റ് പൊസിഷൻ ചെയ്യുക. പിന്നെ എയർവേ പാത്തിന് നമുക്ക് നോക്കാം. എയർവേ എന്തൊക്കെ മെയിൻറ്റെയിൻസ് നോക്കുക. എയർവേ പിന്നെ പാത്ത് വേ ഒക്കെ നോക്കാം. പിന്നെ അസസ് ദ സർക്കുലേഷൻ അസസ് ചെയ്യുക. പിന്നെ പേഷ്യൻ്റ് എയർവേ നോക്കുക. പിന്നെ 8ാമത്തെ ഫസ്റ്റ് അസസ് സർക്കുലേഷൻ എയർവേ നോക്കുക. പിന്നെ അടുത്ത സ്റ്റെപ്പാണ് പേഷ്യൻ്റ് എയർവേ നോക്കുക. പിന്നെ അടയ്ക്കേണ്ട സർക്കുലേഷൻ ഉണ്ടോ നോക്കുക. ഡെഫിനറ്റ് മാനേജ്മെൻറ്റ്. പിന്നെ എക്സസൈസ് ചെസ്റ്റ് കംപ്രഷൻ.
സർക്കുലേഷൻ അസസ് ചെയ്യുക. പേഷ്യൻ്റ് പിന്നെ 8ാമത്തെ സ്റ്റെപ്പാണ് പേഷ്യൻ്റ് എയർവേ ആൻഡ് അടക്കേണ്ട സർക്കുലേഷൻ. അതിൻ്റെ ഡെഫിനറ്റ് മാനേജ്മെൻ്റ് ആയിരിക്കും. എക്സ്റ്റേണൽ ചെസ്റ്റ് കംപ്രഷൻ നമുക്ക് കൊടുക്കാം. ഓക്കെ, ഇതൊക്കെയാണ് 9 സ്റ്റെപ്പുകൾ പറയുന്നത്.